ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ കുല്ലി വസ്സഹാബ അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഖുലിക വൽ ഖാതിമി ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാലിഹി സ്വലാത്തൻ തജ്അലു കലാമി മുൽഹമൻ നാഫിയൻ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാലിഹി സ്വലാത്തൻ തുയസ്സിറു മൗജി. വന്നുസൂസു നസ്സിൻ്റെ ജമാണ് നുസൂസ്. വന്നുസൂസ് മിനൽ കിതാബി വസുന്ന, കിതാബുകളിൽ നിന്നും ഹദീസ് ഖുർആൻ്റെ നസ്സുകൾ തുഹ്മലു അലാ ലവാഹിരിഹ, അത് ലോഹിറിൻ്റെ മേലിൽ ഹംല് ചെയ്യപ്പെടും. മാലം യസ്രിഫ് അൻഹ ദലീലുൻ ഖത്ഇയ്യുൻ, ഒരു ഖണ്ഡിതമായ തെളിവ് ആ ലോഹിറിനെ തൊട്ട് തിരിച്ചിടാത്ത കാലത്തോളം. കമാഫിൽ ആയാത്തില്ലത്തി തുഷ്ഇറു ലവാഹിറുഹ ബിൽ ജിഹത്തി വൽ ജിസ്മിയത്തി വനഹ്വി ദാലിക, അള്ളാഹുവിനക്ക് ജിഹത്തുണ്ട് ജിസ്മിയത്തുണ്ട് പോലത്തെ ലോഹിർ തോന്നിപ്പിക്കുന്ന ആയത്തുകളൊക്കെ ഖത്ഇയ്യാ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതതിൻ്റെ ലോഹിറിൻ്റെ മേലെല്ലാം ഹംല് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അല്ലാത്തതെല്ലാം അത് ലോഹിറിൻ്റെ മേലിൽ എന്ത് ചെയ്യും? ഹംദ് ചെയ്യും. അപ്പോൾ ലാ യുഖാലു ഹാദിഹി ലൈസത് മിനൻ നസ്സി, ഇത് നസ്സിൽപ്പെട്ടതല്ല എന്ന് പറയപ്പെടില്ല. ബൽ മിനൽ മുത്തശാബി, അതിൽപ്പെട്ടതാണ്, മുത്തശാബിഹാണ് എന്നെന്ത് ചെയ്യും? പറയും. ലിഅന്നാ നഖൂലു, നമ്മൾ പറയും, അൽ മുറാദ് ബിൻ നസ്വി ഹാഹുന ലൈസ മാ യുഖാബിലു ലോഹിറ, ഇവിടങ്ങളുള്ള നെസ്സു കൊണ്ടുള്ള ഉദ്ദേശം ലോഹിറിനോട് മുഖാബിലാവുന്ന ഒന്നല്ല. വൽ മുഫസ്സിറ വൽ മുഫസ്സറ വൽ മുഹ്കമ, മുഫസ്സറായത് തഫ്സീർ കൊടുക്കപ്പെട്ടത്, മുഹക്കമായത് അതിനെ ദൃഢമാക്കപ്പെട്ടത്, ഇങ്ങനെ ഇതിനോട് മുഖാബിലാവുന്ന ഒരു നെസ്സല്ല. ബൽ മാ യഅ്മു അഖ്സാമൻ നള്മി അലാ മാ ഹുവൽ മുതാറഫ്, നള്മിനെ കൂടി ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നള്മ് പറഞ്ഞാൽ പദ്യം. അപ്പം നമ്മളവിടെ നെസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗദ്യരൂപത്തിൽ എന്നുള്ളതൊരർത്ഥം. സാധാരണ നെസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ലോഹിറിനോടും മുഫസ്സർ മുഹ്കമിനോടൊക്കെ മുക്കാബിലായിട്ടുള്ളൊരു സാധനം പറയും നെസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലോഹിർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സാധനം കേൾക്കുമ്പോൾ അതിന് നമുക്ക് ബാഹ്യമായിട്ട് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് തഫ്സീർ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ ഇഹ്കാം ചെയ്തിട്ടുള്ളത് എന്ന് വരുന്നൊരു നെസ്സുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നെസ്സല്ല, മറിച്ച് നെൽമിനെ കൂടി ഉൾപ്പെടുത്തുന്നൊരു നെസ്സ്. നെൽമ് പറഞ്ഞാൽ പദ്യം. അപ്പോൾ പദ്യം ഗദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സ്പഷ്ടമായി പറയുന്ന ഒരു സാധനം എന്നെന്താ അർത്ഥം വെച്ചാൽ മതി? നെസ്വിന് വെച്ചാൽ മതി. സാധാരണ നെസ്സ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാന വിധേയമാക്കാത്തത്, നേരെ അർത്ഥം കിട്ടുന്നതാണ് നെസ്സിൻ്റെ അർത്ഥം. ഇവിടെ നെസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം എന്നർത്ഥം വെച്ചാൽ മതി. അലാമാഹുവൽ മുത്താറഫ്, അതാണ് ദിഹിനിക്ക് പെട്ടെന്ന് തബാദുറാവുന്നത്. അപ്പോൾ വൽ ഉദൂലു അൻഹ അയ്യനി ലവാഹിരി, ലോഹിറുകളെ തൊട്ട് തെറ്റൽ, ഇലാ മആനിൻ യദ്ദഇഹ അഹ്ലുൽ ബാത്തിൻ, അഹ്ലുൽ ബാത്തിന് വാദിക്കുന്ന ഒന്നിലേക്ക്, അതിലേക്ക് തെറ്റൽ. വഹുമൽ മുലാഹിദത്തു, മുലാഹിദത്ത് ഒരു ഇതിൻ്റെ ആളുകൾ, നാസ്തികവാദമുള്ള ആളുകൾ. വസുമ്മു അൽ ബാത്തിനിയത്ത്, ബാത്തിനിയത്തിനവർക്ക് പേര് വെക്കപ്പെട്ടത് ലിദ്ദിആഹിം അന്നൻ നുസൂസ ലൈസത്ത് അലാ ലവാഹിരിഹ ബൽ ലഹാ മആനിൻ ബാത്തിന, നസ്സുകൾക്കൊക്കെ ബാഹ്യമായ അർത്ഥമല്ല, അതിനൊക്കെ ആന്തരികമായ അർത്ഥമുണ്ട് എന്ന് അവർ എന്താക്കിയതുകൊണ്ടാണ്? വാദിച്ചത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യണത്? അപ്രകാരം പറയുന്നത്. അപ്പോൾ അങ്ങനെ വാദിച്ച ആളുകൾ വാദത്തിന് എന്ത് പറഞ്ഞു? ബാത്തിനിയാക്കൾ എന്നവർക്ക് അർത്ഥം പറഞ്ഞു. ലാ യഅരിഫുഹ ഇല്ലൽ മുഅല്ലിമു അന്നന്നുസൂലിദ്ദായും, അവർ വാദിച്ചതിന് വേണ്ടിയിട്ട് അന്നന്നുസൂസ, നസ്സുകൾ ലൈസത്ത് അലാ ലവാരിഹ, ലവാഹിറിൻ്റെ മേലല്ല, ബൽ ലഹാ മആനിൻ ബാത്തിനത്തുൻ, അതിന് ബാത്തിന മാന അവകൾക്കുണ്ട്. ലാ യഅരിഫുഹ ഇല്ലൽ മുഅല്ലിമു,
അതിനാരല്ലാതെ അറിയുകയില്ല, മുഅല്ലിം അല്ലാതെ അറിയുകയില്ല. അപ്പോൾ മുഅല്ലിം ഉദ്ദേശിക്കുന്നത് അതിനാരാണോ തഅലീം നടത്തിയത് അവരല്ലാതെ അറിയുകയില്ല. വഖസ്ദുഹും ബിദാലിക നഫിയു ശരീഅത്തി ബിൽ കുല്ലിയായിട്ട് ഓലെന്തിനെ ശരീഅത്തിനെ, അതാണ് നാസ്തികവാദം എന്ന് പറയുന്നത്. നാസ്തികത പരത്താൻ വേണ്ടിയിട്ടുള്ള വാദമാണ് അവർക്ക്. അപ്പോൾ അത് ഒരിക്കലും ശരിയാവില്ലല്ലോ. ഏതൊരു മാനൻ്റെയും അർത്ഥം ബാത്തുനിൻ്റെ ആളുകൾക്കാണ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പം ഇങ്ങനെ പിന്നെ ഖുർആൻ ഇറങ്ങണേനും ഹദീസ് പറഞ്ഞതിനും പിന്നെ നിബിധങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിബിധങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ശ്രോതാക്കളായ സ്വഹാബത്തിന് പിന്നെ അവിടുത്തെ വാക്കിൽ നിന്ന് കിട്ടിയ ദീൻ എന്തായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇൽഹാദുൻ ഐ മൈലുൻ വഉദൂലുൻ അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ തൊട്ടുള്ള തെറ്റലും ചായലുമാണ്. വത്തിസ്വാലും വൽത്തിസാക്കും ബി കുഫിരിൻ, കുഫറിനോടുള്ള ചേരലും അതിലേക്കുള്ള കണക്ഷനുമൊക്കെയാണ്. ലികൗനിഹി തക്ദീബ് അലി നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കളവാക്കലാണ്. ഫീമാ ഉലിമ മജീഹു ബിഹി ബില്ലറൂറ, അവിടുന്ന് കൊണ്ടുവന്ന സംഗതികളെ തൊട്ടുള്ള കളവാക്കലാണ്. നിബിധങ്ങൾ കൊണ്ടുവന്നത് ഒന്നും അതിൻ്റെ പിന്നെ ബാത്തിനായ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നിബിധങ്ങൾ കൊണ്ടുവന്ന ലോഹിറായ സാധനങ്ങൾ തക്ദീബ് നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇൽഹാദാണ്, ഇസ്ലാമിനെ തൊട്ടുള്ള വ്യതിചലനമാണ്, നാസ്തികവാദമാണ്. അമ്മാമ യദ്ഹബു ഇലൈഹി ബഅ്ദുൽ മുഹദ്ദിഖീൻ, അപ്പോൾ ചില മുഹദ്ദിഖീങ്ങൾ പോകുന്ന ഒന്നോ മിൻ അന്നൻ നുസൂസ് അലാ ലവാഹിരിഹ, നസ്സുകളൊക്കെ ലോഹിർ അനുസരിച്ചാണ്. വമഅ ദാലിക ഫഫീഹ ഇഷാറാത്തുൻ ഖഫിയത്തുൻ, അതോടുകൂടി അതിലൊക്കെ നേരിയ ഇഷാറത്തുകളുണ്ട്. ഇലാ ദഖായിഖ, ചില സൂചനകളിലേക്ക്. തൻകശിഫു അല അർബാബി സുലൂക്ക്, സുലൂക്കിൻ്റെ അർബാബുകളുടെ മേലെ അത് വെളിവാകും. യുംകിനു തത്ബീഖു ബൈനഹാ വബൈന ലവാഹിരിൽ മുറാദ, അവിടെ ഉദ്ദേശമായ ലോഹിറിൻ്റെ ഇടയിലും ഇത് രണ്ടിൻ്റെ ഇടയിലും എന്ത് ചെയ്യാൻ പറ്റും? തത്ബീഖ്, അത് രണ്ടിൻ്റെ ഇടയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അർബാബ് സുലൂക്കിന് എന്ത് ചെയ്യും? അത് മനസ്സിലാക്കാൻ പറ്റും. ഫഹുവ മിൻ കമാലിൽ ഈമാൻ വ മഹ്ലിൽ ഇർഫാൻ, അത് മാരിഫത്തുണ്ടാകുന്ന തനിച്ച ആളുകൾക്കും ഈമാൻ കമാലായ ആളുകൾക്കും അറിയാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ മുഹഖിഖീങ്ങളായ ബഅ്ദ് എന്ത് ചെയ്തിട്ടുണ്ട്? പോയ അഭിപ്രായം, അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ട്. അത് പിന്നെ അപ്പോൾ വമാമ യദ്ഹബുലേ ബഅ്ദുൽ മുഹഖിഖീന എന്നല്ല മത്തിനല്ല കേട്ടോ. വമാമ യദ്ഹബുലേ ബഅ്ദുൽ മുഹഖിഖീന ഫഹുവ മിൻ കമാലിൽ ഈമാൻ, അവ അമ്മാമ എന്നുള്ളതിൻ്റെ പിന്നെ ഷർത്തിൻ്റെ ജവാബ് ഫഹുവ മിൻ കമാലിൽ ഈമാൻ എന്ന് വന്നു. അടുത്ത മത്തിന് വറദ്ദുൻ നുസൂസി, നസ്സുകളെ റദ്ദ് ചെയ്യൽ. അതെങ്ങനെ? ബി അൻ യുൻകിറ അൽ അഹ്കാം അല്ലതി ദല്ലത്ത് അലൈഹി നുസൂസ്, നസ്സുകൾ ദലാലത്ത് നടത്തിയ ആ ഹുക്കുമുകളെ നിഷേധിക്കൽ. അൽ ഖത്ഇയ്യത്തു, ഖത്ഇയ്യായ നസ്സുകളുണ്ട്, ഖണ്ഡിതമായ നസ്സുകൾ. മിനൽ കിതാബി വസുന്ന, ഏതുവരെയൊക്കെ ഹശ്രിൽ അജ്സാദി, ശരീരങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് അത് ശരീരങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും പോലോ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുള്ള ഖത്ഇയ്യായ നസ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള അത് കുഫുറുൻ, അതെന്താണ്? കുഫറാണ്. ലികൗനിഹി തക്ദീബൻ സ്വരീഹൻ ലില്ലാഹി തആല വറസൂലിഹി, അള്ളാഹിനെയും റസൂലിനെയും വ്യക്തമായ കളവാക്കലാണ്. അപ്പം അപ്രകാരമുള്ളതൊക്കെ കുഫർ തന്നെയാണ്. ഫമൻ ഖദഫ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ബിസിന, മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയെ സിന കൊണ്ട് ആരോപണം നടത്തിയവൻ, ഗോസിപ്പ് നടത്തിയത് കഫറ, അവനെന്താണ്? കഫറാണ്. കാരണം എന്താ? ലിംഗാരിഹി മാലിമ മിന്നദ്ദീനി ബില്ലറൂറ. ഇവിടെ അതാ നോക്കാം. ആയിഷ ബീവിൻ്റെ ആ സംഭവം ലിഫ്കിൻ്റെ ഹദീസ്. ആയാത്തു ബറാത്തിഹ റളിയല്ലാഹു അൻഹ അൽ മുനസ്സലത്തു ഫി സൂറത്തി നൂർ, സൂറത്തു നൂറിൽ മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്നുള്ള ആയത്ത് വന്നിട്ടുണ്ട്. വലിദാലിക ലാ യുകഫറു ബികദ്ഫി ഗൈരിഹാ മിൻ അസ്വാജി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹുന ജമിയ ബൽ ഫഅലഹു ഹാദാ മിൻ നഫ്സഖിൽ ഫിസ്ഖി വൽ ഇയാദു ബില്ലാഹി തആല. ബനിവിധങ്ങൾ മറ്റ് ഭാര്യമാരെ കുറിച്ച് കദ്ഫ് പറഞ്ഞാലോ അത് അഫ്സഖുൽ ഫിസ്ഖാണ്, അത് കുഫറിലേക്ക് എത്തൂല. അത് വേറെ ഒരു ചർച്ച, അത് ബഗേഡ് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഐഷ ബീവി ബരി ആണ്. നിബിധങ്ങൾ മറ്റ് ഭാര്യമാരെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? ആരോപണമല്ല, മറിച്ച് ആരോപണം വന്ന സ്ഥിതിക്ക്
അവർ കുറ്റവിമുക്തിയാന്ന് ഖുർആൻ നസ്സുണ്ട്. ഇനി ആ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അത് കുഫറാണ് എന്ന്. അതാണ് വിഷയം. പിന്നെ വസ്തിഹിലാലുൽ മാസ്വിയത്തി സഗീറൻ കാന ഔ കബീറ, ചെറുതാവട്ടെ വലുതാവട്ടെ ദോഷത്തെ ഹലാലായിക്കാണ് അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഫുറുൻ ഇദാ സബത കൗനിഹ മാസ്വിയത്തൻ ബിദലീലിൻ ഖത്ഇൻ, ഖത്ഇയായ ദലീൽ കൊണ്ട് അത് മാസ്വിയത്താണ് സ്ഥിരപ്പെട്ടു. എന്നിട്ട് ആ മാസ്വിയത്തിന് ഒരാൾ ഹലാലാണെന്ന് വെച്ചാൽ വഖദ് ഉലിമ ദാലിക ഫിമാ സബഖ, അത് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റു വിഷയങ്ങളിൽ നിന്ന് അത് മാലൂമാണ്. പിന്നെ ആ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? മാലൂമായിട്ടുണ്ട്. പേജ് 266. കുഫറിനെ മസ്വിയത്തിനെ ഹലാലാക്കുന്നത് എന്താണ്? കുഫറാണ്. വൽ ഇസ്തിഹാനത്തു ബിഹാ കുഫറുൻ, ദോഷത്തെ നിസ്സാരമാക്കൽ. അല്ലാഹ്, വൽ ഇസ്തിഹാനത്തു ബിഹാ കുഫറുൻ വൽ ഇസ്തിസാ വല ശരീഅത്തി കുഫറുൻ, ശരീഅത്തിനെ പരിഹസിക്കൽ കുഫറാണ്. ലിഅന്ന ദാലിക മിൻ അമാറാത്തി തക്ദീബ്, അതെല്ലാം കളവാക്കലിൻ്റെ തക്ദീബിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വ അലാ ഹാദിഹിൽ ഉസൂലി, ഈ അസുലുകളുടെ മേൽ യതഫറഉ മാ ദുക്കിറ ഫിൽ ഫതാവ, ഫതാവകളിലൊക്കെ പറയപ്പെട്ടതെന്ന് ഫറആയിട്ട് വരും. മിൻ അന്നഹു ഇദാ ഇതഖദൽ ഹറാമ ഹലാല, ഹറാമിനെ ഹലാലാണെന്ന് വെച്ചാൽ ഫൈൻകാന ഹിർമത്തു ലി ഐനിഹി, അത് ആ ഒരു സാധനത്തിൻ്റെ ഐനിനാണ് അത് ഹിർമത്ത്. ഒക്കെ സബത്ത് ബിദലീലിൻ ഖത്ഇൻ, ഖത്ഇയായ ദലീൽ കൊണ്ട് കുഫുറാവും. അതിൻ്റെ ഐനിനിക്കാണ് ഹിർമത്ത്. ആ സംഗതി ചെയ്യൽ തന്നെ ഹറാമാണ് എന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഖിയാസ് എന്നതിലേക്കൊന്നും അല്ലാന്ന് വെക്കുക. നേരെ ഒരു സംഗതി തന്നെ, കള്ള് കുടിക്കരുത് എന്നുള്ള ആ കള്ളുകുടി എന്നുള്ളത് തന്നെ ഹറാമായതിനൊരാൾ ഹലാലാക്കി വെച്ചാൽ ഇല്ലാ ഫല ഖത്ഇയ്യാ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുകയോ അല്ലെങ്കിൽ ആ ഐനിക്ക് വേണ്ടിയിട്ടല്ല ഹിർമത്ത് വന്ന് വേറെ എന്തെങ്കിലും നിലക്ക് ഖിയാസാക്കിയിട്ടോ അനുബന്ധമായിട്ടൊക്കെയാണ് ഹറാമ് വന്നത് എങ്കിൽ ഒരാൾ അതിനെ ഹലാലാക്കിയാൽ കുഫറാകുകയില്ല. ബിയക്കുന ഹിർമത്തൂലി ഗൈരി, വേറെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഹിർമത്ത് വരുന്നത്. ആ സബത്ത് ബി ദലീലിൻ ഖത്ഇൻ, അല്ലെങ്കിൽ എന്താണ്? ഖത്ഇയായ ദലീൽ കൊണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം ഹറാമുല്ലി ദാത്തിഹി, അത് അപ്രകാരം തന്നെ എന്തായി വന്നതാണ്? ഹറാമായിട്ട് വരും. വേറൊന്നോ ഹറാമുല്ലി ദാത്ത് എന്നല്ല, വേറെ ഒന്നങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് അപ്രകാരം ചെയ്യൽ എന്ത് ചെയ്യും? ഹറാമായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ ഹറാമുല്ലി ദാത്തി പറഞ്ഞാൽ പിന്നെ വുളു ഇല്ലാതെ നിസ്കരിക്കുക എന്നുള്ളത്, നിസ്കാരം വുളു ഇല്ലാതെ നിസ്കരിക്കുക എന്നുള്ളത് എന്തായിട്ട് വരും? സുജൂദ് ചെയ്യുക എന്നുള്ളത്, നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഹറാമുല്ലി ദാത്തിഹി ആണോ? അതായത് നിസ്കാരത്തിൽ വുളു ഇല്ലാതെ നിസ്കാരത്തിൽ എന്താക്കാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വേറെ ചില സംഗതികൾ, ഇപ്പോൾ മുസ്ഹഫ് തൊടുക എന്നുള്ളത്, വുളു ഇല്ലാതെ മുസ്ഹഫ് തൊടുക എന്നുള്ളത് എന്താകാൻ പാടില്ല? മസൂലൽ മുത്തഹറൂൻ നസ്സായിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ റുക്കൂ ചെയ്യാൻ പാടില്ല എന്ന് വന്നിട്ടില്ല. പക്ഷേ നിസ്കാരത്തിൽ റുക്കൂ എന്താക്കാൻ പാടില്ല? വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഹറാമുല്ലി ദാത്തി ഹറാമുല്ലി ഗൈരി എന്തിയും അവിടെ വരും. അപ്പം അങ്ങനെ ഹറാമുല്ലി ഐനിഹി ആയ ഒരു സംഗതിയെ ഒരാൾ എന്ത് ചെയ്തു? ഹലാലാക്കി കണ്ടു. അല്ലെങ്കിൽ ലന്നിയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു സാധനമായിരുന്നു, അതിനെ ഒരാൾ എന്താക്കിയാൽ ഹലാലാക്കിയാൽ, ഇതാ ഇവിടെ പറയണേ. ഇപ്പം മിസാലുൽ ഹറാമി ലി ഐനിഹി, ഐന് കൊണ്ട് ഐനിക്ക് തന്നെ ഹറാമായ സാധനം, സിന ബഖത്തുൽ നഫ്സി ബി ഗൈരി ഹഖിൻ, ഹക്ക് കൂടാതെ ഒരാളെ കൊല്ലൽ, സിന, ഇതൊക്കെ ആ സാധനം തന്നെ ഹറാമ. വ ഹറാമുൽ ഗൈരിഹി ക അക്കലിൽ മഗ്ലൂബി വൽ മസ്റൂഖി, തിന്നുക എന്നുള്ളതല്ല, മറിച്ച് കട്ട സാധനം, മോഷ്ടിക്കപ്പെട്ട സാധനം തിന്നുക എന്നുള്ളതാണ് പിന്നെ ഹറാമുല്ലി ഗൈർ വന്ന്. റമാ സബത്ത് ബി ദലീൽ, ലന്നിയാ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടെന്നോ കഹിർമത്തി അക്കലിൽ ഹസ്വിയത്തി വൽ ഗുദ്ദത്തി, പിന്നെ ഇങ്ങനെ കുറച്ച് മോശപ്പെട്ട ഭക്ഷണങ്ങൾ വരുന്ന സാധനങ്ങളാണ്. അതായത് പിന്നെ ഈ അറുത്തിട്ട ജീവികളുടേത്, ഗർഭസ്ഥ സംഗതിയുള്ള ജീവികളിലൊക്കെ തിന്നുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്. അത് പിന്നെ ഹറാമുൽ ഗൈരി വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? അല്ല, ലന്നിയായ ദലീലുകൾ കൊണ്ടാണ് അവകൾ എന്തായിട്ടുള്ളത്? സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനൊരാളെ ഹലാലാക്കി കഴിഞ്ഞാൽ കുഫർ വരില്ല, എന്തേ വരികയുള്ളൂ? ഫിസ്കേ വരികയുള്ളൂ
ചെയ്യുക. അപ്പോൾ ഒരു ചർച്ച ഫത്വകളിലൊക്കെ വന്നിട്ടുണ്ട്. ഫത്വകളിലൊക്കെ മഹാന്മാർ കൊടുത്ത ഒരു ഫത്വകളുണ്ട്. അപ്പോൾ ആ ഫത്വകളിൽ അവർ കൊടുത്തതിൻ്റെ ഫറകളോ അതിപ്പറഞ്ഞ ഫറകളുടെ മേലെന്ത് ചെയ്യും വരും. എന്താ നമ്മൾ പറഞ്ഞത്? നെസ്സുകൾ റദ്ദ് ചെയ്യൽ, മാസ്വിയത്തിനെ ഹലാലാക്കൽ, കുഫർ കൊണ്ട് മാസ്വിയത്ത് കൊണ്ട് ഇസ്തിഹാനത്തെ നിസ്സാരമാക്കൽ, ശരീഅത്തിനെ കളിയാക്കൽ, ഇങ്ങനെ കുറച്ചിതൊക്കെ കുഫറാണ് പറഞ്ഞാൽ ആ നെസ്സുകളുടെ മേലിൽ എന്ത് ചെയ്യും എടുക്കും. അതോടുകൂടെ തന്നെ ഹറാമിനെ ഹറാമുല്ലി ഐനിഹി ഹറാമുല്ലി ഗൈരിഹി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 2 തരത്തിൽ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പറയാത്ത ആളുകളുടെ ചർച്ചയാണ് അടുത്തതിൽ വരുന്നത്.